രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജി നിലനിൽക്കില്ല എന്ന് വ്യക്തമാക്കിയ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാതികളുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. കോടതി ഉത്തരവോടെ വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾക്കാണ് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. പത്രിക തള്ളിയ സംഭവം തനിക്ക് വ്യക്തിപരമായി ഏറ്റ തിരിച്ചടിയല്ലെന്ന് മീനാക്ഷി നടരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിനും ഭരണഘടനയ്ക്കുമേറ്റ കനത്ത പ്രഹരമാണ്. കേന്ദ്ര ഭരണകൂടത്തിനു മുന്നിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായി കീഴടങ്ങിയെന്നും ഇതിനെതിരെയുള്ള നിയമ പോരാട്ടം തുടരുമെന്നും അവർ വ്യക്തമാക്കി. മീനാക്ഷി നടരാജന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിൽ പ്രതിഷേധിച്ച് AICC ആസ്ഥാനത്ത് നിന്നും രാഷ്ട്രപതി ഭവനിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം അരങ്ങേറി. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് MLA-മാരും MP-മാരും സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറത്തുവെച്ച് തന്നെ വലിയ പോലീസ് സന്നാഹം മാർച്ച് തടഞ്ഞു. പോലീസുമായി പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചതോടെ ഡൽഹി യുദ്ധക്കളമായി മാറി. ബാരിക്കോഡിന് മുകളിൽ കയറി പ്രതിഷേധിച്ച മുതിർന്ന നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് കസ്റ്റഡിയിലെടുത്ത് നീക്കി. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിനെതിരെ രാഷ്ട്രപതിയെ കണ്ട് നേരിട്ട് നിവേദനം നൽകാൻ കോൺഗ്രസ് നേതാക്കൾ സമയം തേടിയിരുന്നു. എന്നാൽ രാഷ്ട്രപതി ഭവൻ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നിഷേധിച്ചതോടെയാണ് കോൺഗ്രസ് ആസ്ഥാനത്തിന് പുറത്തേക്ക് പ്രതിഷേധവുമായി നേതാക്കളും അണികളും ഇരച്ചെത്തിയത്. കോൺഗ്രസിന്റെ ഐക്യം കണ്ടു ഭയന്ന നരേന്ദ്രമോദി സർക്കാരും BJP-യും ചേർന്ന് ജനാധിപത്യ വിരുദ്ധമായി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുകയാണെന്ന് പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയ നേതാക്കൾ ആരോപിച്ചു.